പ്രിയപ്പെട്ടവരെ, ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ ശബ്ദത്തിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങണമെന്നുള്ള ആഗ്രഹം ഈ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നവർ, നെൽസന്റെ നേതൃത്വത്തിൽ ജോലി ചെയ്തിരുന്നവർ, ഇന്ന് എനിക്ക് ബൊക്കെ തന്ന മേരിക്കോട്ടി ചേച്ചി അടക്കം പ്രാർത്ഥിച്ചപ്പോൾ മീറ്റ് ജീസസ് പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. 30 വർഷം മുമ്പാണ് അത് ആരംഭിച്ചത്. 29 വർഷം മുമ്പ് ഇവിടെ കൺവെൻഷനിലൂടെ ദൈവശബ്ദം പ്രകടമായി. ഇന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ പതിനായിരങ്ങൾ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ശബ്ദം ഈ മാർക്കറ്റിൽ നിന്ന് ശ്രവിക്കുന്നത്. നമുക്ക് കൈകൾ ഉയർത്തി ദൈവത്തിന് ഈ ദൈവശബ്ദം പുറപ്പെടുവിക്കാൻ അവസരമൊരുക്കിയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത്രമാത്രം ദൈവാനുഗ്രഹം, ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഈ കഴിഞ്ഞ 29 വർഷമായി ലഭിച്ചു. ഈ അവസരത്തിൽ നിങ്ങൾ എനിക്ക് പ്രാർത്ഥനകൾ ആശംസിച്ചു. തൃശ്ശൂരിൻ്റെ ഇത് തുടങ്ങിയപ്പോൾ മുതലുള്ള ദൗത്യത്തിന് പുറമെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേകമായ ദൗത്യവും ഇപ്പോൾ മിനിഞ്ഞാന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്നലെ ചാർജ് എടുത്തപ്പോൾ മുതൽ ഭാരതസഭയുടെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, CBCI പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വമാണ്. എൻ്റെ വ്യക്തിപരമായ കഴിവ് നോക്കിയാൽ ഇതൊന്നും സാധ്യമല്ല. ആലഞ്ചേരി പിതാവിന് 75 വയസ്സ് കഴിഞ്ഞതിനാൽ സീറോ മലബാർ സഭയിൽ നിന്ന് 75 വയസ്സ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യമല്ല എന്ന മാർപ്പാപ്പയുടെ നിയമം അല്ലെങ്കിൽ നിർദ്ദേശമുള്ളതിനാൽ മെത്രാന്മാർ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വലിയ ദൗത്യം തൃശ്ശൂർ അതിരൂപതയിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ, ഭാരതസഭയിലുള്ളിൽ വലിയ ദൗത്യം ദൈവവും സഭയും ആഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കൺവെൻഷനിലും പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് പ്രത്യേകമായ വിധത്തിൽ ഞാനിവിടെ വന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അറിയാം. പ്രാർത്ഥനയിലൂടെ അല്ലാതെ, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറട്ടെ എന്നുള്ള പ്രതിജ്ഞയിലൂടെ അല്ലാതെ എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവം ഇടപെടാൻ, ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറ്റപ്പെടാൻ, ദൈവം സഭയെ ഭരമേൽപ്പിച്ച മാർപ്പാപ്പയെ, പരിശുദ്ധ സിംഹാസനത്തെ, സിനഡിനെ, മേജർ ആർച്ച് ബിഷപ്പിനെ, മെത്രാന്മാരെ, വൈദികരെ, സഭാ നേതൃത്വ സന്യസ്തരെ, സഭാ നേതൃത്വത്തെ, അൽമായ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൂട്ടായ്മയായി സഭ മുന്നോട്ട് പോകാൻ, അതിനൊരു ഉപകരണമായി ഞാൻ തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒന്ന് ഉറക്കെ പ്രതിജ്ഞ എടുക്കുന്നവര് ഒന്നുകൂടി 3 പ്രാവശ്യം പ്രൈസ് ദി ലോർഡ് എന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനും നിങ്ങൾക്കും നന്ദി. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മുതൽ ഭാരതത്തിലെ മെത്രാന്മാർ ഒന്നിച്ച് 2 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന മെത്രാന്മാരുടെ CBCIയുടെ പ്ലീനറി ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച് കൂടുകയായി. പിതാക്കന്മാർ ഒന്നിച്ചു കൂടിയത് ഭാരതസഭയെക്കുറിച്ച് ചിന്തിക്കാൻ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത 2023, 24 2 പ്രാവശ്യമായി നടക്കുന്ന മെത്രാന്മാരുടെ സിനഡിൽ ലോകസഭയെക്കുറിച്ച്, നമ്മുടെ ഭാരതസഭയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവിടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നത് സിനഡാത്മകത, സിനഡാലിറ്റിയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ആഹ്വാനമാണ്.
റോമിൽ മെത്രാന്മാരുടെ സിനഡിൻ്റെ കാര്യാലയം ഡിക്കാസ്ട്രിയുടെ അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കർദിനാൾ മാരിയോ ഗ്രേഗ് ആണ് പ്രധാനമായും ചർച്ചകൾക്ക് ഞങ്ങൾക്കായി നേതൃത്വം വഹിച്ചത്. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ക്ലാസുകളിൽ പറഞ്ഞ ഒരു പ്രധാനമായ സത്യം, സിനഡാത്മകതയെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അപ്പസ്തോല പ്രവർത്തനമാണ്. ആദ്യത്തെ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണോ സഭയിൽ പ്രവർത്തിച്ചത് എങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലെ 4:32 വായിക്കുന്ന പോലെ ഓരോ ആത്മാവും ഒരു ഹൃദയവുമുള്ള ഒരു സമൂഹം, പങ്കുവെച്ചിരുന്നൊരു സമൂഹം. അപ്പസ്തോല പ്രവർത്തനം 2:42 വായിക്കുന്നത് പോലെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്നൊരു സമൂഹം. അവർ എങ്ങനെയാണ് ചർച്ചകൾ നടത്തിയത്, എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തത്, എങ്ങനെയാണ് കൂട്ടായ്മ ശക്തമാക്കിയത്, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് എന്ന് ചിന്തിക്കലാണ് ഈ സിനഡാത്മകതയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. 3 വാക്കുകളാണ് മെത്രാന്മാരുടെ സിനഡിൽ ചർച്ച ചെയ്യാൻ കുടുംബങ്ങളിൽ, കുടുംബ സമ്മേളനങ്ങളിൽ, സംഘടനകളിൽ, ഇടവകയിൽ, രൂപതയിൽ, അത് സ്വയാധികാര സഭകളിൽ, ദേശീയ തലത്തിൽ, പിന്നെ ഭൂഖണ്ഡങ്ങളുടെ തലത്തിൽ, അവസാനം സാർവത്രിക തലത്തിൽ അത് ചർച്ച ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ കുടുംബങ്ങളും സംഘടനകളും ഇടവകയും രൂപതയും എല്ലാം ചർച്ച ചെയ്തത് അത് ദേശീയ തലത്തിൽ 3 റീത്തുകളുടെയും സംയുക്തമായ തലത്തിൽ ചർച്ച ചെയ്യലായിരുന്നു ഞങ്ങളുടെ മെത്രാന്മാരുടെ സിനഡിൻ്റെ പ്രധാനമായ വിഷയം. അതിൽ 3 വാക്കുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായി പറഞ്ഞത്. ഒന്ന്, കൂട്ടായ്മ. കുടുംബത്തിൻ്റെ കൂട്ടായ്മ എങ്ങനെയാകണം? ഇടവകയുടെ, സംഘടനയുടെ, കുടുംബസമ്മേളനത്തിൻ്റെ, രൂപതയുടെ, നമ്മുടെ വ്യക്തിസഭയായ സീറോ മലബാർ സഭയുടെ, ഭാരതസഭയുടെ കൂട്ടായ്മ എങ്ങനെ? അതുവഴി സാർവത്രിക സഭയുടെ കൂട്ടായ്മ ഗാർഹിക സഭയായ കുടുംബം മുതൽ എങ്ങനെയാകണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞാൽ എങ്ങനെ പങ്കാളിത്തത്തോടെ നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ യേശു സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദൗത്യം മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16:15, മത്തായി സുവിശേഷം 28:19-20 പറഞ്ഞ ഏറ്റവും വലിയ ദൗത്യം ഏതാണ്? യേശു തൻ്റെ അനുയായികൾക്ക് നൽകിയ ഏറ്റവും വലിയ ദൗത്യം ഏതാണ്? അതാണ് ശക്തൻ തമ്പുരാൻ നഗറിൽ 29 വർഷം മുമ്പ് മുഴങ്ങിയത്. ഏതാണ് ആ ദൗത്യം? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. അതാണ് ഈ മാർക്കറ്റിൽ ദൈവശബ്ദം മുഴങ്ങുന്നത്. കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ, കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേഷിതത്വം. ഇതെങ്ങനെയാകണമെന്നതാണ് ചർച്ച. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു. ആ മാർഗങ്ങൾ 3 വാക്കുകൾ തന്നെയാണ്. ശ്രവിക്കുക, ലിസണിങ്. ഇന്ന് ദൈവശബ്ദത്തിൽ വരുന്ന നിങ്ങളെല്ലാവരോടും പറയുന്നത്, മാധ്യമങ്ങളിലൂടെ എന്നെ കേൾക്കുന്നവരോട് പറയുന്നത്, ശ്രവിക്കണം. അത് കേൾക്കലല്ല, ശ്രവിക്കണം. രണ്ടാമത്തേത് അത് പങ്കുവെക്കണം, ഷെയറിങ്. മൂന്നാമത്തേത് ഡിസേണിങ്, അത് വിവേചിച്ച് സ്വീകരിക്കണം. പരിശുദ്ധ കന്യകാമറിയം ചെയ്തതുപോലെ യേശു പറഞ്ഞ യേശുവിന് ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കണ്ടുമുട്ടിയപ്പോൾ
ലൂക്കാട് സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 19ഉം 52ഉം വാക്യങ്ങളില് അവിടെ മറിയം വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ കേട്ട വചനം ഹൃദയത്തിൽ അതാണ് ഈ ശ്രവിക്കൽ, പങ്കുവയ്ക്കൽ, വിവേചിച്ചറിഞ്ഞ് സ്വീകരിക്കൽ, ലിസണിങ്, ഷെയറിങ് ആൻഡ് ഡിസേണിങ്. അതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ CBCIയുടെ പുതിയ പ്രസിഡന്റ് സീറോ മലബാർ സഭയുടെ കുർബാന ഇന്നലെ ഉണ്ടായിരുന്ന 155 മെത്രാന്മാരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് കുട്ടികളും പഠിക്കുന്ന കുട്ടികളടക്കം ഇന്നലെ ഞാൻ കുർബാന ചൊല്ലി. കുർബാനയില് സിനോഡാത്മകതയെ കുറിച്ചുള്ള ഒരു കൺക്ലൂഡിങ് മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ഭാഗം, അതിൻ്റെ സംക്ഷിപ്ത രൂപം ഇന്ന് ദൈവശബ്ദം കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മെത്രാമാര് പറഞ്ഞു, സിനഡാത്മകതയുടെ ഏറ്റവും നല്ല വിശദീകരണം പിതാവ് നൽകിയ കൺക്ലൂഡിങ് മെസ്സേജാണ്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പങ്കുവയ്ക്കണോ? അന്നൊരു പ്രൈസിലോട് പറഞ്ഞ് കേൾക്കട്ടെ. അത് ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം 13-ാമത്തെ വാക്യം മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്ക 24:13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് സിനഡാത്മകതയുടെ ഏറ്റവും നല്ല വ്യാഖ്യാനമായി പറഞ്ഞു കേട്ടത്. നമ്മൾ യാത്രയിലാണ്. യാത്ര ഓരോ ദിവസത്തെയും യാത്രയുണ്ട്, ജീവിതത്തിൻ്റെ യാത്രയുണ്ട്. ആ ജീവിതത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യമാണ് പരിശുദ്ധ കുർബാന തന്നെ സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരുന്നവരെ യാത്ര. യോഹന്നാൻ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായം 3 വായിക്കുന്ന പോലെ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ യാത്രയാണ് വേണ്ടത്, സ്വർഗീയ ജെറൂസലമിലേക്കുള്ള യാത്ര. എന്നാൽ 2 പേര് ജെറൂസലമിൽ നിന്ന്, അപ്പസ്തോല പ്രവർത്തനം 1:4 ലൂക്കായുടെ സുവിശേഷം 24:49 ഒന്ന് നോക്കാമോ? അപ്പസ്തോല പ്രവർത്തനം 1:4 എന്താണ് പറഞ്ഞത്? അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാഗ്ദാനമെല്ലാം നിറവേറി കഴിയുന്നത് വരെ, നിങ്ങൾ മിഷൻ പ്രവർത്തനം നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആയിരിക്കണം. ലൂക്ക 24:49 എന്താ? 24:49 അത് തന്നെ. അവൻ ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അപ്പോ ജെറൂസലത്തിലായിരിക്കാൻ പറഞ്ഞ് അവിടെ പറഞ്ഞിട്ടുള്ള 2 പേര് 24-ാമത്തെ അധ്യായം 13 മുതലുള്ള 13 എന്താ പറഞ്ഞ? അവരെന്താ ചെയ്തേ? 24:13 എന്താ ചെയ്തേ? അവര് ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള, ഏകദേശം 10-12 കിലോമീറ്റർ അകലെയുള്ള അവരുടെ സ്വന്തം കൂടാരത്തിലേക്ക്. ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, ഈ കൺവെൻഷനും വന്നിട്ട് കാര്യമില്ല. ഇനി എൻ്റെ ഉന്നതമായ മലയായ ജെറൂസലമിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ അകലെയുള്ള ഈ യൂദയ മരുഭൂമിയിലൂടെ സ്വന്തം പദ്ധതിയുമായി എമ്മാവൂസിന്റെ താഴ്വരയിലേക്ക്, സ്വന്തം കൂടാരങ്ങളിലേക്ക്, സ്വന്തം പദ്ധതിയുമായി, സ്വന്തം ഇഷ്ടമായി. ഇനി ഇതൊന്നും കാര്യമില്ല, പള്ളിയിലും പോയിട്ട് കാര്യമില്ല, ഇതെല്ലാം
എല്ലാം പറഞ്ഞ് സ്വന്തം പദ്ധതിയുമായിട്ട് രണ്ടുപേര് എങ്ങനെയാ പോയെന്നാണ് അവിടെ ആ 17-ാമത്തെ വാക്യങ്ങളില് 17-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ പോയിരുന്നേ? അവർ എങ്ങനെയാണെന്നാ പറഞ്ഞ 17-ാമത്തെ വാക്യത്തിൽ? അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവരെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയായിരുന്നു അവരുടെ നോട്ടം? അവർ മ്ലാനവദനരായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഇന്ന് മഴയാണ്, പെരുന്നാളാണ് എന്ന് പറഞ്ഞപ്പോ സംഘാടകർ സ്വല്പം ഒരു മ്ലാനവദരാണ്. ഇവിടെ ഇരിക്കുന്ന പാട്ടുകാരുടെ മുഖത്തും സ്വല്പം ഒരു മ്ലാനവദരുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴും വീട്ടിലത്തെ പ്രശ്നങ്ങളുടെ എല്ലാം മ്ലാനവദരാ. നിങ്ങൾ മ്ലാനവദരല്ലാത്തവര്, ഇവിടെ ഒരിക്കലും വിഷമവും ദുഃഖവും ഒന്നും ഉണ്ടാവാത്തവര് ഒന്ന് കൈവന്നിക്കാമോ? ആരുമില്ല. കാരണം എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളാണ്. പ്രതീക്ഷകളെല്ലാം തകർന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരണ്ട കേട്ടാ. ആകെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല കേട്ടോ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് മ്ലാനവദര. അവര് സ്വന്തം വഴിക്ക് പോകുന്നവരാ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ 14-ാമത്തെ വാക്യത്തില് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് വായിക്കാമോ? ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം അവിടെ ഒരാള് കൂടി. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇതാണ് ഈ കൺവെൻഷനിൽ എനിക്ക് നിങ്ങളോട് പറയാൻ, സിനഡാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ യാത്രയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച്, ജെറൂസലം ഉപേക്ഷിച്ച്, കൂട്ടായി ഉപേക്ഷിച്ച് സ്വന്തം പദ്ധതിയായിട്ട് പോകുമ്പോൾ, പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന് പറഞ്ഞ ഒരുവൻ ആരാ? അവരോട് കൂടെ യേശുവിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു പോയപ്പോഴും ഉപേക്ഷിക്കാത്ത ദൈവം അവരുടെ കൂടെ നടന്നു. അതുകൊണ്ട് സിനഡാലിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം കൂടെ നടക്കലാണ്, വാക്കിംഗ് ടുഗദർ, ഒന്നിച്ച് നടക്കലാണ്. യേശു മാതൃക കാണിച്ചു തന്നു. ഇത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നടക്കലാണ് സിനഡാലിറ്റി. വീട്ടില് വയസ്സായ അപ്പന് വേണ്ടെന്ന് പറയല് സിനഡാലിറ്റി അല്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വേണ്ട, അബോർട്ട് ചെയ്യുന്ന പറയുന്നത് സിനഡാലിറ്റി അല്ല. കൂടെ നടക്കലാണ്, സ്വീകരിക്കലാണ്. യേശു ഉപേക്ഷിച്ചില്ല, കൂടെ നടന്നു. അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറയണേ? അവർ പറഞ്ഞു, നിനക്കൊന്നും മനസ്സിലായില്ല. ഈ കാലഘട്ടത്തിന്റെ വിഷമങ്ങൾ എന്തൊക്കെയാ, വെല്ലുവിളികൾ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ തകരുന്ന കുടുംബങ്ങൾ. ഇന്ന് പാസ്റ്റർ കൗൺസിൽ കഴിഞ്ഞിട്ട് ഞാൻ വരുന്നേ. അവിടെ നമ്മുടെ സീറോ മലബാർ സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു ചർച്ചാ വിഷയം. എല്ലാ തരത്തിലും പിന്നോക്കം പോകുന്ന ഒരു സമുദായം. ജനസംഖ്യ വളരെ പെട്ടെന്ന് കുറയുന്നു. വിദ്യാഭ്യാസ നിലവാരത്തിൽ താഴ്ച, സാമ്പത്തിക നിലയിൽ താഴ്ച, സാംസ്കാരിക തലങ്ങളിൽ തകർച്ച, സർക്കാർ ജോലിയിൽ ഏറ്റവും കുറവുള്ള സമുദായമായി മാറുന്നു. ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, പുറത്തേക്ക് പോയാലേ രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കുന്ന യുവജനങ്ങളുടെ വലിയൊരു നിര. അതിനേക്കാൾ അപ്പുറത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്നവരുടെ എണ്ണം, വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികള്, കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൺകുട്ടികള് 35 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ. ജോലിയുടെ കാര്യം നോക്കിയപ്പോൾ ഓരോ വർഷം കഴിയും തോറും താഴോട്ട് പോകുന്നു. എല്ലാത്തിലും താഴ്വരത്തിൽ പോകുന്ന പ്രതിസന്ധികൾ. പക്ഷെ കൂടെ ഒരാൾ നടക്കണ്ട്. അവനെ 16-ാമത്തെ വാക്യത്തിൽ എന്താണ് അങ്ങനെയുള്ളവര് കൂടെ നടക്കുന്നവനെ തിരിച്ചറിഞ്ഞോ? എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. കണ്ണ് തുറക്കാൻ വേണ്ടി ഒന്നൊരു കൈകൾ ഉയർത്തി പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കൂടെ നടക്കുന്ന യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി ഒന്ന് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവര് തിരിച്ചറിഞ്ഞില്ല. കൺവെൻഷൻ കഴിഞ്ഞിട്ടും ചിലപ്പോൾ തിരിച്ചറിയില്ല. അവരോട് ചോദിച്ചു, അങ്ങനെ കൂടെ നടന്ന് അവരോട് പഴയ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വിശദീകരിക്കുകയാണ്.
അവര് ചോദിക്കുക, ഞങ്ങള് വിചാരിച്ചു. എന്ത് ഞങ്ങൾ വിചാരിച്ചത്? എങ്ങനെയാ സൽമാൻ? ഞങ്ങൾ വിചാരിച്ചത് ഇവൻ ഇസ്രായേലിനെ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തുണ്ടായി? യേശുവിനെ കുരിശിൽ തറച്ചു. നിരാശരായി അവർ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചത് അവനാണ് ഞങ്ങളെ രക്ഷിക്കുന്നവൻ അവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ആ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 21. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പില്ല, ഇപ്പൊ പ്രതീക്ഷയൊക്കെ പോയി. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിപ്പി ഉണ്ടായിരുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോ, വെള്ളത്തിന് മീതെ നടന്നപ്പോ അപ്പൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. യേശുവിനെ കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞപ്പോ, അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, നിങ്ങൾക്കടക്കം എനിക്കടക്കം പ്രതീക്ഷയൊക്കെ പോയി. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. കുരിശുമരണം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി. പിന്നെ സ്വന്തം പദ്ധതിയായി. യേശു കൂടെ നടന്ന് വചനം പഠിപ്പിച്ചു, കൂടെ നടന്ന് കാറ്റഗിസം ക്ലാസ് എടുത്തു. എന്നിട്ട് വിശ്വാസമായില്ല. ഇവിടെ നമ്മുടെ മക്കള് എത്ര കൊല്ലം കാറ്റഗിസം? തൃശ്ശൂർ 15 വർഷം വരെ കാറ്റഗിസം, അത് കഴിഞ്ഞ് പിന്നെ യൂത്ത് ക്യാമ്പ് തുടങ്ങി, അങ്ങനെ ഒരുപാട് കാര്യം. എന്നിട്ട് അച്ഛന്മാരെ എത്ര കൊല്ലം പഠിപ്പിക്കണേ? 12ഉം 15ഉം കൊല്ലം. ഇതൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കുരിശുമരണം വന്നപ്പോ, ഒരു പ്രതിസന്ധി വന്നപ്പോ, ഒരു സംശയം വന്നപ്പോ എല്ലാം കഴിഞ്ഞു. സ്വന്തം പദ്ധതിയായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇതാണ് ഇന്നത്തെ സഭയുടെ പ്രതിസന്ധി. വി ഹാഡ് ഹോപ്പ്. ഇന്നത്തെ റിയാലിറ്റി അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 2 മഹാന്മാരെ വിളിച്ച പേര് 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ. ഈ വാക്ക് എന്നെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചാണോ? ആ വാക്ക് എന്നെ കുറിച്ചാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഈ 3 ഡ്യൂട്ടി കിട്ടിയതോടുകൂടി കർത്താവേന്ന് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്, ആ ബോഷ. ഞാൻ അങ്ങനെയാണ് താനും. കർത്താവ് വിളിച്ചവരെ, കാരണം നമ്മുടെ പദ്ധതി നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ പോയ 2 പേരുണ്ട്. അതിലൊരുത്തന്റെ പേര് 18-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരുത്തന്റെ പേര്, ആ പേരെന്താ? ക്ലെയോപ്പസ്. ഒരുത്തന്റെ പേര്, 2 ക്ലെയോപ്പസ്. ശിഷ്യന്മാരിൽ ഒരുത്തന്റെ പേര് ക്ലെയോപ്പസ്. മറ്റേ ആളുടെ പേരെന്താ? ഇന്നലെ മെത്രാന്മാരോട് 155 മെത്രാന്മാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, പിതാക്കന്മാരെ, നിങ്ങൾക്കറിയാമോ ഈ 2ാമത്തെ ശിഷ്യന്റെ പേരെന്താണെന്ന് അറിയാമോ? ആരാണെന്ന് അറിയാമോ? പിതാക്കന്മാരടക്കം എന്റെ മുഖത്തേക്ക് നോക്കി. ഈ ദൈവശബ്ദം കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ചോദിക്കുക, ഈ 2ാമത്തെ ആളുടെ പേരറിയാമോ? അറിയാമോ? ഇന്ന് ഈ എമ്മാവ് ശിഷ്യന്മാര് 2022 നവംബർ മാസം 12-ാം തീയതി, 12 തീയതിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഈ എമ്മാവ് ശിഷ്യന്മാരിൽ 2ാമത്തെ ആളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ അച്ഛാ? ഞാൻ പേര് പറയിപ്പിക്കാൻ പോവാ. എല്ലാവരും കയ്യൊന്ന് ഉയർത്താമോ? 2ാമത്തെ ആളുടെ പേര് കണ്ടുപിടിക്കാൻ പോകുക. കയ്യൊന്ന് ഉയർത്താമോ? പതുക്കരെ കയ്യൊന്ന് ഇങ്ങോട്ട് തിരിച്ചേ, ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കുക. കിട്ടിയോ 2ാമത്തെ ആളുടെ പേര്? 2ാമത്തെ ആളുടെ പേര് കിട്ടിയോ? ഞാൻ തന്നെയാ. സംശയം തീർന്നല്ലോ. ഈ എമ്മാവൂസിലേക്ക്, ജെറൂസലമിലേക്ക് ആയിരിക്കാൻ പറഞ്ഞിട്ട് സ്വന്തം പദ്ധതിയുമായി ഞാൻ പറയുന്ന പോലെ നടക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന 2ാമത്തെ ആള് ആരാ? ഞാൻ തന്നെ. എന്നെ വിളിക്കുന്ന പേരെന്താ? ഹൃദയം മന്ദീഭവിച്ചവരെ, ഭോഷന്മാര്, അവരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടവര്. കാരണം ഞാൻ അന്വേഷിച്ചത് ദൈവത്തിന്റെ പദ്ധതിയല്ല,
3 പ്രാവശ്യം മുൻകൂട്ടി പ്രവചിച്ചു, എനിക്ക് ജെറൂസലമിലേക്ക് പോകണം, പീഡകൾ സഹിക്കണം. മത്തായി സുവിശേഷത്തിൽ 16-ലും 17-ലും 20-ലും പ്രഖ്യാപിച്ചു, അവിടെ വെച്ച് പീഡകൾ സഹിക്കും, മരിക്കും, ഉദ്ധാരം ചെയ്യും. വിശ്വസിച്ചില്ല. അന്ന് രാവിലെ ഏതാനും സ്ത്രീകൾ ഈ 2 പേരോടും പറഞ്ഞു. ഒന്ന് ക്ലെയോഫാസിനോട്, രണ്ടാമത് എന്നോട് പറഞ്ഞു, യേശു പീഡകൾ സഹിക്കുമെന്നാൽ പ്രവചിച്ചു പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് ആ സ്ത്രീകള് ഈ 2 പേരോട് പറഞ്ഞിട്ടും അവരെന്താ ചെയ്തേ? കണ്ണുണ്ടായിട്ടും കാണാതെ സ്വന്തം പദ്ധതിയുമായി ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണ് നമ്മൾ അവിടെ പോകുന്നത്. യേശു അവരോട് എല്ലാ കാര്യവും വിശദീകരിച്ചു. അത് കഴിഞ്ഞ് യേശു കുറേ നടന്ന് കാറ്റഗിസം പഠിപ്പിച്ച് വചനപ്രഘോഷണം എല്ലാം കഴിഞ്ഞ് രാത്രിയാകാറായപ്പോൾ വാക്യം 28 എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ഇത് എൻ്റെയും നിങ്ങളുടെയും അനുഭവമാണ്. വലിയ പ്രതീക്ഷയോടെ കൺവെൻഷന് വന്നതാ. ഈ ആഘോഷങ്ങള് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അച്ഛനായി, മെത്രാനായി, മെത്രാപോലീത്തയായി, ഇപ്പോൾ CBC ആയി, പ്രസിഡന്റായി, വലിയ പ്രതീക്ഷയോടെ എന്തൊക്കെ സ്വീകരണങ്ങളാ. കാര്യത്തോടടുത്തപ്പോൾ യേശു എന്താ വായിച്ചേ? യേശു അവനാകട്ടെ യാത്ര തുടരുകയാണ്. ആ 2 ശിഷ്യന്മാരിൽ നിന്ന് അകലുന്നതായി തോന്നി. ഇത് എൻ്റെ അനുഭവം, നിങ്ങളുടെ അനുഭവം. വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് യേശു അകലുന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ 12ാമത്തെ വയസ്സിൽ യേശുവിനെ, മറിയത്തിനെ, യൗസേപ്പിനെ കാണാതായി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഭവമാണ്. ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അപകടം വന്നു, ഒരു രോഗമുണ്ടായി, വീട്ടിൽ വഴക്കുണ്ടായി, നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ ചില പ്രത്യേക നിയമങ്ങളുണ്ടായി, ക്രൈസ്തവർക്ക് പ്രതിസന്ധികളുണ്ടായി, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. കർത്താവേ, നീ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. ഞാൻ ഇടയ്ക്ക് പള്ളിയിലിരുന്ന് തന്നെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഞാൻ ഇത്രയ്ക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് നീ ഇത് തന്നെയാണോ? ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ വരാനായിട്ട് എന്തിനാ കർത്താവ് ഇത് അനുവദിച്ചേ? എന്തിനാ അനുവദിച്ചേ? ഈ ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കർത്താവ് അകലുന്നതായി തോന്നി. ഈ അനുഭവം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക്, മീഡിയയെ കൂടെ എന്നെ കേൾക്കുന്ന 10,000-ങ്ങൾക്ക് തന്നെ കർത്താവ് അകലുന്നതായ ഒരു തോന്നല്, അത് അനുഭവ. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മുദ്രാവാക്യം, അതിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ട് അടുത്ത വാക്യമാണ്, 29ാമത്തെ വാക്യം. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞ ലത്തീൻ വാക്ക് ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചോട്ടെ. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനത്തിന്റെ വാക്കാണ് ഞാനത് പഠിപ്പിക്കാൻ പോവുക. മാനെ നൊബിസ്കും ദോമിനെ. ഒന്ന് പറഞ്ഞേ. ദോമിനെ നാഥ, മാനെ താമസിക്കുക, നൊബിസ്കും ഞങ്ങളോട് കൂടെ. ഈ കൺവെൻഷനിൽ ആ എമ്മാവ് ശിഷ്യന്മാര് പറഞ്ഞതുപോലെ യേശു അകലുന്നത് പോലെ തോന്നുമ്പോൾ, യേശുവിനെ കാണാതാകുമ്പോൾ, പരിശുദ്ധ അമ്മ യേശുവിനെ കണ്ടത്, 12-ാം വയസ്സിൽ യൗസേപ്പ് യേശുവിനെ കണ്ടത്
മറ്റു അവൻ യേശു 12 പേർക്കുള്ള ചെറുക്കൻ എവിടേക്കെങ്കിലും പോയി എന്ന് പറഞ്ഞ് അവന് തെറി പറഞ്ഞുകൊണ്ട് വഴിവക്കുകളിലേക്കല്ല, മറ്റു സ്ഥലങ്ങളിലേക്കല്ല. പരിശുദ്ധ അമ്മ പോയത്, യൗസേപ്പ് പിതാവ് പോയത് എവിടേക്കാ? ദേവാലയത്തിലേക്ക്. യേശു അകലുന്നു തോന്നുമ്പോൾ നമ്മൾ ഉറപ്പിച്ച് പറയണം, നാഥ കൂടെ വസിക്കണമേ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നാഥ കൂടെ വസിക്കണമേ. യേശു താമസിക്കും, ഉറപ്പാണ്. യേശു കൂടെ താമസിക്കും, ഉറപ്പാണ്. സ്വന്തം കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ സ്വന്തം പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ച ആ 2 പേരുടെ യേശു കൂടെ നടന്നെങ്കിൽ, അവരവരെ തിരിച്ചറിഞ്ഞില്ല, എങ്കിലും കൂടെ നടന്നെങ്കിൽ, നാഥ കൂടെ വസിക്കണമേ എന്ന് പ്രതിസന്ധി ഘട്ടത്തില് പറഞ്ഞാൽ യേശു കൂടെ താമസിക്കും. യേശു കൂടെ താമസിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്താ? അതാണ് ഇവിടെ നടക്കുന്നതും നടക്കേണ്ടതും. അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ്? അതാണ് സിനഡാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ നടന്നത് എന്താ? യേശു വചനം മുറിച്ചു, പങ്കുവെച്ചു, വഴിയിൽ വെച്ച് പങ്കുവെച്ചു. അത് ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത്. അവരുടെ ഹൃദയം ജ്വലിച്ചത് തുടക്കത്തിലല്ല, പറഞ്ഞത് എന്തുവാണ്. പക്ഷേ അവർക്ക് യേശു കൂടെ താമസിച്ചപ്പോൾ, വചനത്തോടൊപ്പം അപ്പവും പങ്കുവെച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, ഹൃദയം ജ്വലിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? അവൻ ഭക്ഷണത്തിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത്, 30-ാമത്തെ വാക്യം, അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ കൂടെ താമസിച്ചപ്പോൾ വചനം പങ്കുവെച്ചു, പക്ഷെ വേണ്ട തരത്തിൽ മനസ്സിലായില്ല. പക്ഷെ അവരോടൊപ്പം പരിശുദ്ധ കുർബാനയിലായി വചനം പങ്കുവെച്ചപ്പോൾ, അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയില്ലാതെ വചനപ്രഘോഷണം പൂർണ്ണമാകില്ല. ഹൃദയം ജ്വലിക്കണമെങ്കിൽ യേശുവിന്റെ അപ്പം മുറിക്കൽ, കുർബാനയില്ലാതെ വചനപ്രഘോഷണം മാംസം ധരിക്കലാവില്ല. മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാ? അടുത്ത വാചകം ഓരോന്നോരോന്നായി നമുക്ക് വായിക്കാം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അതുവരെ തിരിച്ചറിയാതിരുന്ന യേശുവിനെ കാണാനായി അവർക്ക് കണ്ണു തുറന്നു. ഈ കാഴ്ച കിട്ടാൻ ആഗ്രഹമുള്ളവര് ഒരു ഹല്ലേലൂയ പറഞ്ഞ കേക്കട്ടെ. രണ്ട് എന്ത് സംഭവിച്ചു? അവർ അവനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിഞ്ഞത് ഈ വചനം പങ്കുവെച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയോടുകൂടി കുർബാനയിൽ പങ്കെടുത്താൽ യേശുവിനെ തിരിച്ചറിയും. 3, പക്ഷെ ആ തിരിച്ചറിഞ്ഞ രീതി ഏതാണ്? അടുത്തത് എന്താ? പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. തിരിച്ചറിഞ്ഞപ്പോൾ അതുവരെ മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്ന യേശുവിനെ കാണാനില്ല. പിന്നെ എങ്ങനെയായിരുന്നു യേശു? അവിടെ എന്തുണ്ടായിരുന്നു? പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മനുഷ്യരൂപത്തിലുള്ള യേശുവിനെ കണ്ടില്ല. തിരിച്ചറിഞ്ഞത് എങ്ങനെയുള്ള യേശുവിനെയാ? ഏത് രൂപത്തില്? അപ്പോൾ അപ്പത്തിന്റെ രൂപത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ സത്യമായി യേശു എഴുന്നള്ളി ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു കേക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞു കേക്കട്ടെ. തിരിച്ചറിഞ്ഞു യേശു അപ്പത്തിന്. അടുത്ത വാക്യത്തിലോ അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വചനം കൃത്യമായി മനസ്സിലായത്
യേശു സന്നിഹിതനായ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് അവരുടെ ഹൃദയം ജ്വലിച്ച് വഴി വെച്ച് പഠിപ്പിച്ചത്. ഈ കൺവെൻഷനിൽ പഠിപ്പിക്കുമ്പോൾ ആ വചനം പൂർണ്ണമാകണമെങ്കിൽ യേശു അപ്പത്തിന്റെ വീഞ്ഞന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധ കുർബാനയോട് കൂടിയായിരിക്കണം. അടുത്ത സംഭവ വികാസം എന്താ? അടുത്തത് അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി, എന്റെ കുടുംബത്തിലെ വഴക്ക് യേശു ഇല്ലാത്തതാണ്. എന്റെ സഭയിലെ വഴക്ക് യേശു ഇല്ലാത്തതാണ്. എന്റെ സമൂഹത്തിലെ തിന്മകളുടെ കാരണം യേശു ഇല്ലാത്തതാണ്. യേശുവിന്റെ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം പദ്ധതിയുമായിട്ട് അത് ഏത് കാരണത്താൽ ഏത് പേര് പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായാലും യേശുവിന്റെ പദ്ധതി അല്ലാതെ പോയപ്പോഴാണ്. ഞാൻ ആയിരിക്കേണ്ടത് ജെറൂസലമിലാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ജെറൂസലമിലല്ല, എമ്മാവൂസിലാ, സ്വാർത്ഥതയുടെ കൂടാരത്തിലാ. ഉയർന്ന മലയിലാകേണ്ട ഞാൻ താഴ്വരയില്ല. ഞാൻ തെറ്റുപറ്റിപ്പോയി. ഞാൻ ആദ്യ മാതാപിതാക്കന്മാരെ പോലെ പാപം ചെയ്ത് നാശത്തിന്റെ കൂടാരത്തിലേക്ക് പോയി. എന്റെ ഇഷ്ടം നിറവേറ്റണം, ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ഞങ്ങളാണ് എല്ലാം പറയുന്നത്. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങി വോക്സ് പോപ്പുളി വോക്സ് ദേയി, ജനസ്വരം ദൈവസ്വരം. അതുകൊണ്ട് എൻ്റെ സ്വരമാണ്, ഞങ്ങൾ കുറച്ച് പേരുടെ കൂടിയ സ്വരമാണ് ദൈവസ്വരം, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ തന്നെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ ഇഷ്ടം മാത്രം പറയണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയല്ല നീ ആയിരിക്കേണ്ടത്. നീ പരിശുദ്ധ അമ്മയോടുകൂടെ, പത്രോസിനോടുകൂടെ, ശിഷ്യന്മാരോടുകൂടെ, അവിടെ പിൻഗാമികളായ മെത്രാന്മാരോടുകൂടെ, വൈദികരോടുകൂടെ, സന്യസ്തരോടുകൂടെ, കുടുംബനാഥന്റെ കൂടെ, കുടുംബനാഥയുടെ കൂടെ, മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ നിങ്ങൾ അവിടെയാണ് ആയിരിക്കേണ്ടത്. അല്ലാണ്ട് ഈ കൂട്ടായ്മയെല്ലാം വേണ്ടെന്ന് വെച്ച് പത്രോസിനെ വേണ്ട, മാർപ്പാപ്പയെ വേണ്ട, മെത്രാന്മാരെ വേണ്ട, സഭയുടെ കൂട്ടായ്മ വേണ്ട, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം പോലെ അല്ല. തെറ്റുപറ്റി. ഞങ്ങൾ ആയിരിക്കേണ്ടിടത്തല്ല, ഞങ്ങൾ ആയിരിക്കേണ്ടിടത്തല്ല. അവർ എഴുന്നേറ്റു. എന്തു ചെയ്തു? അവർക്ക് സുബോധമുണ്ടായി. ധൂർത്തപുത്രന്റെ കഥയിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്ക് കിട്ടിയത് എപ്പോഴാ? ആ വാക്ക് അവർക്ക് മനസ്സിലായത് എപ്പോഴാ? സുബോധമുണ്ടായത് എപ്പോഴാ? പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ശരിയായി സുബോധമുണ്ടായത്. ലൂക്ക 15:17 ഏതാ? അപ്പോൾ തന്നെ ലൂക്ക 15:17 അപ്പോൾ അവർക്ക് സുബോധമുണ്ടായി. ഞാൻ ആയിരിക്കേണ്ട രീതി, ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലല്ല വേണ്ടത്. ദൈവത്തിന്റെ ഹിതം, അത് സഭയിലൂടെ കൂട്ടായ്മയിലൂടെ തിരിച്ചറിയുന്ന ഹിതം, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അവർ എഴുന്നേറ്റു, തെറ്റുപറ്റിപ്പോയി, മാനസാന്തരപ്പെട്ടു. അവർ അടുത്ത വാചകം ഏതാ? ലൂക്ക 24 അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും. അതിനു മുമ്പുള്ള വാക്യം തന്നെ. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? 33-ാമത്തെ വാക്യം എന്താണ്? അതാണ് അവർ ചെയ്തത്. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു, തിരിച്ചുപോയി. ധൂർത്തപുത്രന് സുബോധമുണ്ടായപ്പോൾ തിരിച്ചുപോയി. നമ്മുടെ തെറ്റിന്റെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം പദ്ധതികളുടെ പ്രവർത്തന ശൈലികളിൽ നിന്ന് തിരിച്ചുപോയി. എവിടേക്ക്? ജെറൂസലമിലേക്ക്. അവിടെ ചെന്നപ്പോൾ എന്ത് കണ്ടു? അവിടെ ചെന്നപ്പോൾ ശിമോനെയും മറ്റു 10 പേരെയും, ഒരുത്തൻ അതിൻ്റെ ഇടയ്ക്ക് പോയി തൂങ്ങിച്ചത്തിരുന്നു. അപ്പോൾ ശിമിയോനെ മറ്റു 10 പേരെ കൂടി, അങ്ങനെ 11 പേരെ
ഇനി അത് കഴിഞ്ഞ് അധികം താമസിയാതെ അപ്പസ്തോല പ്രവർത്തനം 1:14 ഒരാളെയും കൂടി അവിടെ കാണാം. പ്രത്യേകിച്ച് അവരെ കൂട്ടിപ്പിടിച്ച, അവര് വിഷമിച്ചിരുന്ന എല്ലാവരെയും കൂടി കൂട്ടിപ്പിടിച്ച് ഒന്നിച്ചാക്കിയ പ്രധാന കാരണക്കാരിയായ ഒരാളുണ്ട്. അതാരാ? അപ്പസ്തോല പ്രവർത്തനം 1:14 കാണുന്നത് അവരാരാ? അവർ പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടി അവിടെ കൂടി തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ 34-ാമത്തെ വാക്യം എന്താണ്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്തുതിപ്പാണ്, പ്രഘോഷണമാണ്, വചനപ്രഘോഷണമാണ്. ആ വചനപ്രഘോഷണം, ആ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം പത്രോസും 10 ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയോടും മറ്റു സ്ത്രീകന്മാരോടും എല്ലാവരോടും ചേർന്ന് നടത്തിയിരുന്ന വചന പ്രഘോഷണം, വിശ്വാസ പ്രഖ്യാപനം, അതാണ് അവർ കേട്ടത്. ആ വിശ്വാസം ത്യജിച്ചുകൊണ്ട് പോയവര് മാനസാന്തരപ്പെട്ട് തിരിച്ച് ഈ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ 34-ാമത്തെ വാക്യം എന്താ പറഞ്ഞേ? കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കൂട്ടായ്മ, പങ്കാളിത്തം, അത് കഴിഞ്ഞ് പ്രേക്ഷിതത്വം, പരിശുദ്ധാത്മാവിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പ്രേക്ഷിത പ്രവർത്തനവുമായി ജെറൂസലമിൽ നിന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവിനാൽ ശക്തി സംഭരിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ അവർ സാക്ഷ്യപ്പെടുത്താൻ പോയി. ശക്തി സംഭരിച്ച് കൂട്ടായ്മയിൽ നിന്നാണ് ജെറൂസലമിൽ അവർ പോകേണ്ടത്. ജെറൂസലമിനെ ഉപേക്ഷിച്ച് പോയതല്ല, ശക്തി സംഭരിച്ച് യേശു പറഞ്ഞതുപോലെ പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വേണ്ടത്, ഇന്ന് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ സഭയിൽ ശിഥിലതകള് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മെ തല്ലിക്കാൻ, പരസ്പരം തല്ലിക്കാൻ, വിഭജിക്കാൻ, വേർതിരിക്കാൻ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആര് പറഞ്ഞാലും ഞാൻ മാത്രം പറയുന്നതാണ് ശരിയെന്നുള്ള ചിന്ത നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് സിനോഡാലിറ്റിയുടെ പുസ്തകമായ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 15-ാമത്തെ അധ്യായത്തില് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. 15-ാമത്തെ അധ്യായത്തില് അവിടെ വഴക്ക് നടന്നു. ദൈവശബ്ദം കൺവെൻഷന്റെ ഇടയിൽ വഴക്കുണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ട, നിങ്ങളുടെ ഇടവകയിലുണ്ടോ, സഭയിലുണ്ടോ, സന്യാസമൂഹത്തിലുണ്ടോ, രൂപതയിലുണ്ടോ, പലതരത്തിലുണ്ടെങ്കിൽ ഈ സിനഡാലിറ്റിയുടെ ഏറ്റവും വലിയ ചർച്ച കേൾക്കണം, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കണം. അവിടെ വഴക്കുണ്ടായി. അവരുടെ ഇടയിൽ വഴക്കെന്താ? അപ്പസ്തോല പ്രവർത്തനം 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പസ്തോലന്മാരുടെ ഇടയിലുള്ള ഒരു വഴക്കാണ്. എന്തായിരുന്നു ആ വഴക്കെന്ന് അറിയാമോ? ഒരു സ്ഥലത്ത് യാക്കോബും കൂട്ടരും പത്രോസ് അവരുടെ കൂടെ ചേർന്നു, മറ്റേ സ്ഥലത്ത് പൗലോസും ബർണബാസും കൂടെ. എന്തായിരുന്നു വഴക്ക്? നിങ്ങൾ പഠിച്ചണ്ട. എന്തായിരുന്നു വഴക്ക്? ക്രിസ്ത്യാനിയാകണമെങ്കിൽ പരിച്ഛേദന കർമ്മം നടത്തി യഹൂദനായിട്ട് മാത്രമേ ക്രിസ്ത്യാനിയാകാൻ പാടുള്ളൂ. അപ്പൊ പൗലോസും ബർണബാസും കൂട്ടരും പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവിന് അവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ യഹൂദനായിട്ട് വേണ്ട, പരിച്ഛേദന കർമ്മം നിർവഹിച്ചിട്ട് വേണ്ട ക്രിസ്ത്യാനിയാവാൻ, വിശ്വാസത്തിനാണ് പ്രാധാന്യം. വഴക്ക് നന്നായിട്ട് മൂർധന്യാവസ്ഥയിലായി. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാമോ? നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ യഹൂദര ക്രിസ്ത്യാനികളായി അപ്പസ്തോലന്മാരും വിജാതി ക്രിസ്ത്യാനികളും തമ്മില് ഈ വഴക്കിന്റെ ഇടയില് വ്യത്യാസം ആര് കൽപ്പിച്ചില്ല? പരിശുദ്ധാത്മാവ് കൽപ്പിച്ചില്ല. പിന്നെ അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പൗത്രീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു മുഖം ഇപ്പോൾ ശിക്ഷരുടെ ചുമലിൽ വെച്ചു കെട്ടി. വഴക്കുണ്ടായി കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് പ്രവർത്തി ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. 11-ാമത്തെ വാക്യം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? 11-ാമത്തെ വാക്യത്തില് അപ്പസ്തോല പ്രവർത്തനം 15-11
അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിന്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു എന്ന് കൃത്യമായി തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണ്. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വാക്യം 15-ാമത്തെ അധ്യായത്തിലെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്നൊരു വാക്യമാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. ഏഴാമത്തെ വാക്യത്തിലാണ് പത്രോസ് എഴുന്നേറ്റ് എന്ന് കാര്യം പറയുന്നത്. ഒന്ന് വായിക്കാമോ 7-ാമത്തെ വാക്യം? വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ. നിർത്ത്. ഇപ്പൊ വഴക്കുണ്ടായപ്പോ എല്ലാവരുടെ അഭിപ്രായം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? 7-ാമത്തെ വാക്യത്തില് ശിഷ്യപ്രമുഖനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് എന്തു പറഞ്ഞു? സഹോദരന്മാരെ, വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതിയർ എന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷ വചനങ്ങൾ കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ പത്രോസിന് കിട്ടിയ വെളിപാടിന്റെ വെളിച്ചത്തിൽ ആദ്യത്തെ മാർപ്പാപ്പ പറയുകയാണ്, ഈ വഴക്കുകളൊക്കെ കേട്ടു, പക്ഷേ തീരുമാനത്തിനായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ തീരുമാനം വരുന്നത്. ഇനി അവരെ വിജാതീയർ ആയാലും യഹൂദരായാലും വിശ്വാസത്തിനാണ് പ്രാധാന്യം, യഹൂദനായിട്ട് വേണ്ട എന്നുള്ള തീരുമാനം. ആ തീരുമാനം എടുത്തത് ആരാ തീരുമാനം എടുത്ത്? എന്തായാലും ഉണ്ടാതിരിക്കണേ. തീരുമാനമെടുത്തത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ്. പരിശുദ്ധാത്മാവ് പത്രോസിന് വെളിപ്പെടുത്തിയതാണ്. പത്രോസിന്റെ വ്യക്തിപരമായ തീരുമാനം മറിച്ചായിരുന്നെങ്കിലും വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് സഭയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് എല്ലാവരും സ്വീകരിച്ചു. അതാണ് സഭ. നമുക്ക് അഭിപ്രായം പറഞ്ഞാമെങ്കിലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് സഭയുടെ നേതൃത്വം, അത് സിനഡാകട്ടെ, അത് മാർപ്പാപ്പയാകട്ടെ, അതെല്ലാം എടുത്ത് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അത് തീരുമാനമായി എല്ലാവരും സ്വീകരിച്ചു. ആ സ്വീകരിച്ചതാണ് 28-ാമത്തെ വാക്യം 15-ാമത്തെ അധ്യായത്തില് ഒന്നുകൂടി ആവർത്തിക്കുക. അതിന്റെ കൺക്ലൂഷൻ മത്തായി അപ്പസ്തോല പ്രവർത്തനം 15:28 അതിന്റെ കൺക്ലൂഷനാണ്. അതെങ്ങനെയാ? താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. അപ്പോൾ പത്രോസ് തീരുമാനം പറഞ്ഞു. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഞങ്ങൾക്കല്ല ആദ്യം തോന്നിയത്, പരിശുദ്ധാത്മാവിനാണ് ആദ്യം. ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയാണ് തകർക്കുന്നത്, സഭയുടെ കൂട്ടായ്മയെ. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിന്റെ കൂട്ടായ്മയെ, ഇടവകയുടെ കൂട്ടായ്മയെ, രൂപതയുടെ, സന്യാസമൂഹത്തിന്റെ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ, ഇതിനെല്ലാം ഛിന്ന ഭിന്നമായി തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആദ്യത്തെ ക്രൈസ്തവർ ചെയ്തതുപോലെ അവരെല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ വെളിപാടിനായി പ്രാർത്ഥിച്ചു. അവസാനം പത്രോസ് സഭയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി, അത് പലർക്കും ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങളുണ്ടായി. യഹൂദരാകണമെന്ന് പറഞ്ഞിരുന്നവരുടെ ഗ്രൂപ്പിന്റെ തീരുമാനത്തിന് ഇഷ്ടപ്പെടാത്ത അയമായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഈ ആദിമ സഭയുടെ പൊതു തീരുമാനം പത്രോസ് പറഞ്ഞപ്പോൾ, ആ തീരുമാനം സ്വീകരിച്ചപ്പോൾ ആദിമ ക്രൈസ്തവ സഭ ക്രിസ്തീയ യേശുവിന്റെ സഭയായി, മിഷണറി സഭയായി.
കൂട്ടായ്മയുടെ പങ്കാളിത്തത്തിന്റെ പ്രേക്ഷിതത്വത്തിന്റെ സഭയായി. ആ സഭയാണ് ഇന്നും തുടരുന്നതും തുടരേണ്ടതും. ഇതാണ് സിനോഡാലിറ്റി. ഈ സിനോഡാലിറ്റിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? വാക്കിംഗ് ടുഗദർ. യേശുവിനോട് കൂടെ നടക്കണം. യേശു നമ്മുടെ കൂടെ താമസിക്കണം. യേശു വചനം മുറിക്കണം, അപ്പം മുറിക്കണം. യേശു അങ്ങനെ വരുമ്പോൾ നമ്മൾ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിലായിരിക്കണം. അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് കൂട്ടായ്മയിലായിരിക്കണം. യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റെന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് നമ്മൾ മിഷണറിമാരായി ഇറങ്ങിത്തിരിക്കണം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യത്തിൽ ഇന്നും ചെയ്യാനായി നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയെന്ന് പറഞ്ഞ ഈ സഭയുടെ കൂട്ടായ്മയിൽ പത്രോസിന്റെ തീരുമാനം സ്വീകരിക്കാൻ, സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ ഹിതം, സഭയുടെ ഹിതം, സഭ എന്താവശ്യപ്പെടുന്നുവോ അത് ഞാൻ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കാൻ, ഉത്തമ കുടുംബജീവിതം നയിക്കാൻ, സന്യാസ സമൂഹ ജീവിതം നയിക്കാൻ, സഭാജീവിതം നയിക്കാൻ, വൈദിക സമർപ്പിത ജീവിതം നയിക്കാൻ, അങ്ങനെ യേശു ആഗ്രഹിക്കുന്ന പോലെയുള്ള ക്രിസ്തീയതയിൽ വളരാൻ, ആ യേശുവിന്റെ ശബ്ദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കാനുള്ള കൃപയ്ക്കായി കൈകൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ആവർത്തിച്ച് നമുക്ക് ഈ ദൈവവചന സന്ദേശം സമാപിക്കാം. ദൈവശബ്ദം നമുക്ക് തുടർന്നും കേൾക്കാം.